ഹലോ. അപ്പോൾ ഇന്നലെ ചിങ്ങം ഒന്നൊക്കെ ആയിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രം തന്നെയാണ്, തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നിറയെ മരങ്ങളും വള്ളിപ്പടർപ്പുകളൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. അപ്പം ഇവിടെ നിത്യപൂജയില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ നട തുറന്ന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും ആമയും ഗൗതവും കൂടിയിട്ട് രാവിലെ തന്നെ പോയി. അപ്പോൾ പൂജയ്ക്കുള്ള സമയമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂജയൊക്കെ ആകാറായി. അങ്ങനെ പൂജയും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ആമിയെ നോക്കി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പൂജാരി ഇങ്ങനെ തേങ്ങ എറിയുമ്പോഴേക്കും അതെടുത്തുകൊണ്ട് ഓടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നോക്കി നിൽക്കുമായിരുന്നു ആമി. അങ്ങനെ ആമി തന്നെ ആദ്യം പോയിട്ട് തേങ്ങ പെറുക്കി എടുത്തു കേട്ടോ. പിന്നെ ആമിയുടെ കൂട്ടുകാരികളെ എടുത്തു. പിന്നെ മെയിനായിട്ട് ആമി ഈ അമ്പലത്തിൽ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗുരുതി പ്രസാദം കഴിക്കാനാണ്. നല്ല രുചിയാണെന്നാണ് ആമി പറയുന്നത്. പിന്നെ ത്രിമധുരവും ഗുരുതി പ്രസാദവും പാൽപ്പായസവും ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെ വിളമ്പിയൊക്കെ തരും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യയും പായസവും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി അതൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് അവിടെ വഴിപാടൊക്കെ ഉള്ള പായസമൊക്കെ നമുക്കിങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ കവറിലൊക്കെ ആക്കി തന്നു വിടും കേട്ടോ, വീട്ടിലേക്കൊക്കെ. അപ്പോൾ ഇന്നലത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു.